കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ് സീറ്റിക്കുട്ടിക്ക് നല്ലൊരു കൂട് വേണമെന്ന്. അപ്പം കൂടിൻ്റെ പണി ഒരുവിധം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടില്ല. അപ്പം സീറ്റിക്കുട്ടി ഇതുവരെ കൂട് കണ്ടിട്ടില്ല. അവളെ കൂട് കാണിക്കാനുള്ളൊരു ശ്രമമാണ്. അതിന് മുമ്പേ അവളെ റൂമിനകത്തേക്ക് എടുത്താണ്. അപ്പോൾ റൂമിനകത്തെത്തി അവൾക്ക് കളിക്കണം കുറച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് താരാട്ട് പാടി കൊടുക്കണം. അപ്പോൾ ഇനി താരാട്ട് പാടി കൊടുക്കാനായിട്ടുള്ളൊരു കിടപ്പുണ്ട്. താരാട്ട് പാടി കൊടുക്കാറായി. ഇനി കുറച്ച് സമയം താരാട്ട് പാടിക്കൊണ്ടിരിക്കണം. ആരാരോ ഹരിരാരോ അമ്മിൻ്റെ മോളാരാരോ, അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലി പൂവല്ലേ, അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലി പൂവല്ലേ. ആരാരോ ഹരിരാരോ അമ്മിൻ്റെ മോളാരാരോ, ആരാരോ ഹരിരാരോ. ഇനി അവളെ കൂട് കാണിക്കാൻ പുറത്തോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം കൂട് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരും. കൂട് കണ്ടിട്ട് സീറ്റിക്കുട്ടിക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നൊക്കെ അറിയാം. അവൾ ഇഷ്ടമായെങ്കിൽ അവൾ എൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി കുറേ നേരം നിൽക്കും, അല്ലെങ്കിൽ അവൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരും. പുറത്തിറങ്ങിയ പിന്നെ ഞങ്ങൾ ചുറ്റുപാടൊക്കെ മണം പിടിച്ച് പുറത്ത് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഞെട്ടിച്ചതിന് ശേഷം വിചാരിച്ച സ്ഥലത്തേക്കൊക്കെ പോവുള്ളൂ. അവൾക്കൊരു ചെറിയ നടത്തൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് റോഡ് വഴിയാണ് കൊണ്ടുപോകുന്നത്. അപ്പം കുറച്ച് നടക്കാനും ആവും. മണം പിടിച്ച് ഞങ്ങൾ വിചാരിച്ച സ്ഥലത്തെത്താൻ കുറച്ച് സമയം എടുക്കും. അവൾക്കൊട്ടും ധൃതിയില്ല, പതുക്കെയാണ് നടക്കുന്നത്. അപ്പം കൂടിനടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ അവൾ തേങ്ങ പൊളിച്ച സ്ഥലമൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. കൂടെ അവൾക്കൊട്ടും തൃപ്തിയില്ല. ക്ലാസ് റൂമൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരിസരമൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. കൂടിനടുത്തേക്ക് അടുക്കുന്നില്ല. പിടിച്ച് വലിച്ചിട്ട് നിർബന്ധപൂർവ്വം പിടിച്ച് വലിച്ചിട്ടോ അതിനടുത്ത് വന്ന് ജസ്റ്റ് ഒന്ന് മണം പിടിച്ച് പോകുക എന്നുള്ളത്. അവൾ അങ്ങോട്ട് നോക്കുന്നേ ഇല്ല. അവൾക്ക് ഈ തട്ടുമുട്ട് കൂടൊന്നും അത്ര ഇഷ്ടമായില്ല. സീറ്റിക്കുട്ടിക്ക് കൂടി ഇഷ്ടമാവാത്ത സ്ഥിതിക്ക് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്.